ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുഗമിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ, മനവും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഗോൽഗോഥായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ ഒരുമയോടർപ്പിച്ചിടാം ഈ ബലിവേദിയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും പരിശുദ്ധ ഔസേപ്പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെയും, ഔസേപ്പിതാവിൻ്റെ ദിവസമായ ബുധനാഴ്ച നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഔസേപ്പിതാവ് വഴി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധമായ സുവിശേഷം അതോടൊപ്പം തന്നെ ഒന്നാം വായനയും എല്ലാം പറഞ്ഞു വയ്ക്കുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഇടയനാകുന്നു. ആടുകളെ പോറ്റുന്ന, ആടുകളെ അന്വേഷിക്കുന്ന, ആടുകളെ തിരയുന്ന, അവരെ കാര്യങ്ങളറിഞ്ഞ് അവരെ സഹായിക്കുന്ന ഇടയന്മാരായി തീരുക. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. സുവിശേഷ ഈശോ കർത്താവ് നമ്മൾ ചെയ്യുക. അതിരാവിലെ എഴുന്നേറ്റ് യജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ ജോലിക്കായി പറഞ്ഞഴിക്കണം. ഓരോ ജോലിക്കാരും ഒരു ദിവസം ഒരു ദിനാരം. അദ്ദേഹം അതിരാവിലെ പോയി വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് എടുക്കുന്നു. രാവിലെ 9 മണിക്ക് അദ്ദേഹം പോകുന്നു. അപ്പോഴും വേലക്കാർ രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക്, വൈകുന്നേരം 4 മണിക്കെല്ലാം ഇങ്ങനെ ജോലി അവസാനിക്കുന്ന നിമിഷം വരെയും വേലക്കാരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക്. എല്ലാവരും പറഞ്ഞത് ഒരു ധനാറ വേതനമായ നൽകാം. അവസാനം പണിയെല്ലാം കഴിയുമ്പോൾ യജമാനൻ കാര്യസ്ഥൻ പറയുന്നു, എല്ലാവർക്കും ഒരേ ധനാറ കൊടുക്കാം. അതിരാവിലെ വന്നവർ പറയുന്നു, ഞങ്ങൾ നേരത്തെ വന്നല്ലേ, ഞങ്ങൾ കൂടുതൽ കിട്ടുമെന്നത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവർക്കും ഒരു ധനാറേ കിട്ടിയത്. അവർ പെറുപെറുക്കുന്ന യജമാനെതിരെ. പക്ഷെ യജമാനൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വേതനം കൽപ്പന പാലിച്ചു, ഞാൻ ഒരിക്കലും അന്യായം ചെയ്തില്ല. എനിക്ക് ഇഷ്ടമുള്ളത്, എൻ്റെ സമ്പത്ത് ഇഷ്ടമുള്ളത് കൊടുക്കുന്നതിൽ നിങ്ങളെന്നെ അസൂയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവം എല്ലാവർക്കും ഇങ്ങനെ സ്വർഗരാജ്യം തുറന്നു വയ്ക്കുകയാണ്. എല്ലാവർക്കും നമ്മൾ നേരത്തെ തന്നെ ഒരുങ്ങി പരിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ രാജ്യം എത്തിച്ചേരാനുള്ള വ്യക്തികളാണ്. അവസാന മണിക്കൂറിലേക്ക് മാറ്റിവെക്കരുത്. അവസാന മണിക്കൂറിലേക്ക് മാറ്റിവെച്ചാൽ സ്വർഗരാജ്യം നഷ്ടമാണ്. അവസാനത്തെ 1 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്തെങ്കിലും മാനസാന്തരപ്പെടുവാനായിട്ട് ഈശോ എല്ലാ വ്യക്തികളോടും ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിൻ്റെ അടുക്കിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നെടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തട്ടിക്കളയാതിരിക്കും. ഓരോ ദിവസവും പരിശുദ്ധാത്മാ നിറഞ്ഞ് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നടന്നെടുക്കാം. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും സ്വർഗരാജ്യത്തിന് സമ്മാനമായി തീരട്ടെ. ഈ പരിശുദ്ധമായി നാം ബലി അർപ്പിക്കുമ്പോൾ ഔസേപ്പിതാവിനെ മധ്യസ്ഥം വെച്ചുകൊണ്ട് ഈ ബലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ജോജി മാത്യു, സാധാ കുടുംബാംഗങ്ങൾ, പ്രത്യേക മാംബിതം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ജോൺ, പ്രത്യേക മാംബിതം നെൽസൺ ഷൈന നടാശ ജോജനിക്കുന്നത്
തോമസ് ഷെർലി, ഷാരോൺ ഷെയ്ൻ, ആശ ഹാരി, അനുമാൻ നസ്ര, സന്ധ്യ മഞ്ജു, സുസ്മിത നവീന തനിഷ്ക, ദിവ്യ സാബു ടാനിയപ്പോൾ, ജോസഫ് മെർജർ സാനി, ശോഭനാമണി, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മെറം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ ജോസ് എം എൽ ജിനു, അമൽ, ഫ്ലെസ്ലി ആന്റണി, ബേസിൽ ബെഞ്ചമിൻ, മോളി, അശോക് രശ്മി അച്ചു, ഗാസ്ബർ വീന, മൊയ്ബിൻ ഒബേറ്റ, അമേയ, കെവിൻ അലീന, റൂയി കർത്തേഴ്, മാർക്രിയ ക്രിസ്, അഗസ്റ്റിൻ ലൂസി, അജിത് ദിനേശ്, ജവാന ചവാക്കിയും, അനു, സുബി ജോർ നിരീഷ്, സസിൽ കുടുംബം മലയാറ്റു, ജോൺ തിരുനന്ദി, നവീൻ കുടുംബാംഗങ്ങൾ, സന സന്ധ്യയും, ബിബിൻ, സുജ, എൽസി, ഷാൻജോ പെരേര, ആഷ്ലി ലോറൻസ്, നിക്സൺ ജോർജ്, ഫെദിയ ജോൺ, മിഗൽ അന്ന, എലിയാവ ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നീനു ജോർജ്, ക്ലാഡിസ് ക്ലീറ്റസ്, പ്രത്യേകം ഡാനിയൽ, അൽസോ മറിയം, കൊച്ചുവർ സമയത്ത്, തോമസ് സമയത്ത്, റോസക്കുട്ടി പത്രോസ്, ദേവസ്കുട്ടി വിരോണി, ലിബോരിയസ് കുറ്റിക്കാട്, റീത്താമ സേവിയ, മഡോണ ഫ്രാൻസിസ് മങ്ങൺ, ജോസഫ് മേരി, പാപ്പി, റോയി, ജോൺസൺ, ജോ, ഇവരുടെ നിയോഗം എല്ലാം കർത്താവിനെ സമർപ്പിക്കാം. ജോയി പാലത്തിങ്ങൾ എല്ലാ മക്കളെയും ഇവരെ പങ്കുചേർന്നിരിക്കുന്ന ഒരു മക്കളെയും അവർ നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ബലഹീനതകൾ ദൈവസന്നിധിയിൽ വിനയത്തോടെ നമുക്ക് ഏറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയത്. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടാവായ ദൈവമേ, അത്വാർദ്ദനവും മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയ വിശുദ്ധ പിതാവിന്റെ മാതൃകയാലും മധ്യസ്ഥയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തീകരിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും കാരുണ്യം അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ലയിക്കുന്നു. എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 34-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വയൽ നിന്ന് രക്ഷിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ച് കിട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ്. ഇടയന്മാരില്ലാത്തതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീർന്നു.
എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല, അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരെയാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും, അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിനക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. അവിടെ നിനക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിനക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടി. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈശോയുടെ ശിഷ്യന്മാർ രൂപമാര് ചെയ്തു. സ്വർഗരാജ്യം തൻ്റെ മുദ്രത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമത്തിന് സദൃശ്യം. ദിവസം 1 ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുദ്രത്തോട്ടത്തിലേക്ക് അഴിച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവിടെ പറഞ്ഞു, നിങ്ങളും മുദ്രത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവർ മുദ്രത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിലും അവൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ചിലർ നിൽക്കുന്നത്. അവർ ചോദിച്ചു, നിങ്ങളും ദിവസം മുഴുവനും അലസരായി നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങൾ മുദ്രത്തോട്ടത്തിൽ ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുദ്രത്തോട്ട ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർ തുടങ്ങി ആദ്യം വന്നവർക്ക് ഒരു കൂലി കൊടുക്കാം. 11-ാം മണിക്കൂറിൽ വന്നവർക്കും ഓരോ ദിനാർ ലഭിച്ചു. ഞങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്ക് ഓരോ ദിനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുവിർത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂർ ജോലി ചെയ്തു. എന്നിട്ടും പകലിൻ്റെ അധ്വാനം ചൂട് സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയില്ല. അവൻ ഒരുവനോട് പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറെങ്കിലേ നീ എന്നോട് സമ്മതിച്ചത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? പ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കൈകളിലിത്തിരി ജീവന്റെ പരമപരിസരമായി ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കാൻ സമർപ്പിക്കാൻ സർവ്വ സൃഷ്ടികളുടെ
കൃപയേകിടൂ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കരുണയുടെ ഉറവിടമായ ദൈവമേ, വിശുദ്ധ പിതാവിന്റെ ഓർമ്മയാഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ സ്വീകരിക്കേണമേ. പരിശുദ്ധമായ ബലിയർപ്പണം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി വിശിഷ്യ വിശുദ്ധ പിതാവിന്റെ സ്വർഗീയമായ സുദിനത്തിൽ അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനും വിശുദ്ധനും വിവേകിയും വിശ്വസ്തനുമായ വിശുദ്ധ പിതാവിനെ തന്നെ അങ്ങേ തിരുക്കുടുംബത്തിന്റെ നാഥനായി അങ്ങ് പരിശോധിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും എളിമയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൊട്ടുകൾ വടക്കാം. പരിശുദ്ധിയോടെ കർത്താവിൻ്റെ ക്രിസ്തുവത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ഭക്തിപരമേശ്വരയെ ആരാധിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനെ
ക്രിസ്തുനാഥൻ പീഡാസ്വകനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. ദൈവമേ ദൈവമേ ആരാധന. ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ എങ്കിലും പങ്കിടുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ ഒന്നാച്ചെടുക്കുന്നു. കർത്താവെ, ലോകം എങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മക്കളും, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തികൾ. കർത്താവെ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, ഇന്ന് വിവാഹ വാർഷിക ഇന്ന് പ്രത്യേക അവസരത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥൻ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ അവസരത്തിലാണ് അപസരഗണത്തോടും എല്ലാ വിശുദ്ധരും നിത്യജയിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്ന് ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ക്ഷമിക്കണമേ. ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തരുതേ. രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാന കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ എല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാക്കി എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളെ പാപങ്ങളെല്ലാം പിടിയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കഴിയണം എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും പരസ്പരം കർത്താവിന് സമാധാനം ആശംസിക്കണം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടി ദിവ്യവേറുന്നിൻ ക്ഷണിതാക്കളായവൻ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ഏറ്റവും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ അങ്ങേ ഞങ്ങൾ ദിവ്യകാരുണ്യത്തിൽ അരൂപിയാൽ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ സഹായിക്കണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. സർവശക്തനായ കർത്താവേ, സ്വർഗീയ ബോധനത്താൽ സന്തുഷ്ടനായി ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. വിശുദ്ധ പിതാവിന്റെ മാതൃക അങ്ങേ സ്നേഹത്തിന്റെ സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുവർത്തിച്ച് ശാശ്വതമായ ഫലങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളെ സദാ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. കന്യതൻ വല്ലഭൻ നീ, സർവേശസൂനുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്നിതാത, പാരിതിൻ നാദനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകരമാക്കി വിശ്വമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാണ്. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവ് ദൈവജനനിയുടെ വിരക്ത ഭർത്താവായ യേശുപിതാവിനെ കുടുംബങ്ങളുടെ സംരക്ഷകരും തൊഴിലാളികളെ മാതൃക നന്മ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പിതാനുഗ്രഹങ്ങൾ സമർപ്പിച്ച് ഒരുമിച്ച് ഭക്തിപരമേറ്റുമല്ല. ഓ ഭാഗ്യപ്പെട്ട പിതാവേ, അങ്ങിൽ അഭയം ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മകൾ കാര്യങ്ങൾ കോപ്പി കണ്ണുകളിച്ച് നമ്മൾ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഏറ്റവും ഈശോയുടെ വല്ലഭമായ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നേടിത്തരണം. ദൈവജനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. സഭയുടെ പാലകനായ പിതാവേ, സഭയ്ക്ക് മാധ്യസ്ഥ്യം വഹിക്കണമേ. ഗോത്രപിതാവായ എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ. ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണം. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണം. അനുഗ്രഹിക്കപ്പെടവളാവും അങ്ങയുടെ ഫലമായി തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നീക്കും. ആമേൻ. ദൈവത്തിൻ തിരുസുധനെ പോറ്റി വളർത്തിയ താത, പിച്ചുകിടാങ്ങള ഞങ്ങളനാദരായി കീഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. പ്രാർത്ഥന കേൾക്കണം.
സ്വർഗസ്ഥനായ പിതാവേ, ലോകരക്ഷകനായ ദൈവത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവസ്വതന്റെ വളർത്ത് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശിഖാട് സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുട തലവനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിവേകവസ്പിതാവ്, വേണ്ടി പ്രാർത്ഥിക്കണമേ. ധീരനാവസ്പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കീഴ്വഴക്കവസ്പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വസനാവസ്പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശിവരസ്പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തൊഴിലാളികളുടെ മാതൃക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബജീവിത അഭിമാനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബങ്ങളെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഭർത്താവ് യേശുപിതാവിനെ തിരഞ്ഞെടുക്കാൻ തിരുവസായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന വിശുദ്ധ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥനായിരിക്കാൻ കൃപയുണ്ടായിരിക്കണം. ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രമായ യേശു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും, നമ്മുടെ സഹായ കർത്താവിന്റെ നാമത്തിൽ സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിലാപങ്ങൾ പകർത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശദുഃഖനാശ്വാസമായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്ത പിതാവ് സംവിധാനം മധ്യസ്ഥായിരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരും ഹൃദയ സമാധാനം, സ്വർഗീയ അനുഗ്രഹം, ശാരീരികാരികം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയട്ടെ. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തി തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയണം. അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ സ്നേഹമാണ് അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ മക്കളായി ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്നത്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ആരാധിക്കണം ഈശോയെ. എല്ലാത്തിനും നന്ദി ഈശോയെ. ജീവിതം മുഴുവൻ അങ്ങയുടെ കാരുണ്യമാണ്, ജീവിതം മുഴുവൻ അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ അനുഗ്രഹമാണ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുക. ഈശോയെ നന്ദി, ഈശോയെ എല്ലാത്തിനും നന്ദി. ഈ ലോകത്തെ എല്ലാ ജനങ്ങളോട് ചേർന്ന് ഞങ്ങളെ സ്തുതിക്കണം ഈശോയെ. എല്ലാ രോഗികളെയും രോഗികളെ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ. വേദനിക്കുന്നവരെ, പ്രയാസം അനുഭവിക്കുന്നവരെ, കഷ്ടപ്പാട് കടന്നു പോകുന്നവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, രോഗികളായ വ്യക്തികളെ സ്പർശിക്കണമേ. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും മേലും കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി. ആരാധന
സ്തുതിക്കുക, ഈശോയെ മഹത്വപ്പെടുത്തുക. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, അശുദ്ധിയെല്ലാം വിട്ടുമാറിക്കോട്ടെ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അവരുടെ പ്രകാശം നമ്മളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈശോയെ കരുണയായിരിക്കണമേ. ഈശോയെ കരുണയായിരിക്കണമേ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. നമ്മുടെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറിൽ പോലും രക്ഷപ്രദാനം ചെയ്യുന്ന കർത്താവ് 11-ാം മണിക്കൂറിലും തന്റെ മുതലത്തോടേക്ക് വേലയ്ക്ക് വരുന്നവന് തുല്യമായ വേദന നൽകുന്നത്. കർത്താവ് കുഞ്ഞുനാൾ തുടങ്ങി കൽപ്പനകൾ പാലിച്ച് അങ്ങയുടെ വഴികൾ സഞ്ചരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും കുറെ കൂടി അങ്ങിലേക്ക് അടുക്കുവാൻ, എല്ലാ മക്കളെയും അങ്ങിലേക്ക് അടുപ്പിക്കുവാൻ, ആരെങ്കിലും അങ്ങനെ അകന്നുപോയെങ്കിൽ അവരെ കൂടി അടുപ്പിക്കുവാൻ ഈശോയെ കുഞ്ഞുനാൾ മുതൽ ഒരിക്കൽ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഈ നിമിഷം ആശുപത്രിയിലെ കൈകാലൊടിഞ്ഞ് വെറുതെ കിടക്കുന്ന, നടുവ് വെട്ടിയിൽ കിടക്കുന്ന ഹെലനെന്ന മകളെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ കരുണയായിരിക്കണമേ. ഈശോയെ കരുണയായിരിക്കണമേ. കർത്താവെ കൃപ ചൊരിയണമേ. ഈ എളിയ മക്കളായ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം രക്ഷിക്കണേ ഈശോയെ. എല്ലാ മക്കളെയും മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഭാര്യ ഭർത്താക്കന്മാരെ ഗർഭിണികളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിവാഹം തുടങ്ങുന്ന എല്ലാ യുവതികളെ അനുഗ്രഹിക്കണമേ. കർത്താവെ കരുണയായിരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. എല്ലാ മക്കളെയും ഈശോയെ, ഒരു കുടുംബത്തെയും ഒരു മക്കളെയും കുടുംബാംഗങ്ങളെയും ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ അങ്ങേ ഹല്ലേലൂയ, ഹല്ലേലൂയ അങ്ങേ ഹല്ലേലൂയ, ഹല്ലേലൂയ അങ്ങേക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ അങ്ങേക്ക് ഹല്ലേലൂയ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. കാര്യങ്ങൾ കോപ്പി ഈശോയ്ക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനേ, മേരി തൻ വിരക്ത കാന്തനേ,